അപ്പോൾ ചങ്ങായിമാരെ, ഇന്ന് വൃശ്ചികം വന്നിട്ടോ. അങ്ങനെ കാത്തിരുന്ന് ഞാൻ മലയ്ക്ക് പോണ ദിവസമായിട്ടുണ്ട്. ഞാൻ ഇപ്പൊ മാലയിടാൻ വന്നാട്ടോ. ഇപ്പൊ സമയം 5 മണിയാകുന്നുണ്ട്. അപ്പൊ മാല ഇട്ടിട്ട് നമ്മള് നേരെ പോവാട്ടോ. നമ്മളിപ്പോ ഇവിടെ അമ്പലത്തിൽ വന്നിവിടെ പലയിടത്ത് തന്നെ ഒരു ദുർഗാദേവി ക്ഷേത്രം ഉണ്ട്. നെട്ടായിക്കോടത്ത് ദുർഗാദേവി ക്ഷേത്രം. ഇവിടെ നിന്നാട്ടോ നമ്മള് മാലയിട്ട് പോണേ. ഇതിനകത്ത് കാണത്തില്ല കേട്ടോ, ഇതിനകത്ത് കാണുന്നില്ലൊന്നും. ശരണമയ്യ സ്വാമിയേ 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 ശരണമയ്യപ്പ സ്വാമിയേ സ്വാമിയേ ശരണമയ്യ സ്വാമിയേ ശരണമയ്യ സ്വാമിയേ സ്വാമിയേ ശരണത്താളിക്കുന്നു സ്വാമിയേ ശരണമയ്യ സ്വാമിയേ 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 ശരണമയ്യ സ്വാമിയേ ശരണമയ്യ സ്വാമിയേ ശരണമയ്യ ഇതാണ് മുമ്പ് വെച്ചത്. സ്വാമിയേ ശരണമയ്യ സ്വാമി ശരണമയ്യ സ്വാമിയേ സ്വാമിയേ ശരണമയ്യ
പേട്ടറുള്ളലാട്ടോ ഓക്കെ. കേൾക്കണോ? മോർണിംഗ്. അപ്പൊ ഇന്ന് വൃശ്ചികം 2 അപ്പൊ നമ്മള് എരുമേലി ഇന്നലെ അഴുതയിലാണ് സ്റ്റേ ചെയ്തത്. എരുമേലി വന്നിട്ട് രാത്രി പേട്ടതുള്ളലൊക്കെ കഴിഞ്ഞ് വന്ന് 11 മണി 12 മണിയായിട്ട് വന്ന് കിടന്നപ്പോ നമ്മളിപ്പോ അഴുതാതി കുളിക്കാൻ പോവാണ്. കുളിച്ച് കല്ലൊക്കെ എടുക്കണം. അപ്പൊ അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ അഴുതാനദി വന്നിട്ടോ. ഇതാണ് അഴുതാനദി. കുറെ പേര് അവിടെയൊക്കെ കുളിക്കണൊക്കെ ഉണ്ട്. പല്ല് കേക്കണ്. നമ്മള് അഴുതാനദി മുങ്ങി കല്ലെടുത്തിട്ടോ. ഇതാ എനിക്ക് കിട്ടിയ കല്ല്. ചേട്ടന് കിട്ടിയ കല്ല് കാണിച്ചേ. ഇത് ചേട്ടന് കിട്ടിയ കല്ല്. നെല്ലിക്ക വലി. നമ്മളെ ഇവിടെ കുളിച്ച് മുങ്ങി. ഇവിടെയൊക്കെ ഒരുപാട് പേര് കുളിക്കണ്ടോ ഞാൻ കാണിക്കാത്ത അങ്ങനെ. അപ്പൊ നമ്മള് കുളിച്ചിട്ട് ഇനി റൂമിലോട്ട് പോവാ. അപ്പൊ കല്ല് മുങ്ങിയെടുത്ത്. ഇനി കല്ല് നമ്മള് കല്ലിടാൻ കുന്നിൽ കൊണ്ടുപോയിടണം. അതിന് വേണ്ടി എടുത്താണ്. അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം. നമ്മള് കാളകെട്ടി ടെമ്പിളിൽ വന്നാട്ടോ. രാവിലെ കുളിച്ച് അവിടെ പോയി കുളിച്ച് തൊഴുത് ശിവപാർവതി ടെമ്പിൾ കാളകെട്ടി. ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ്. ഈ മരം കണ്ടോ വെട്ടിയിട്ടാണ്. അത് പരമശിവൻ കാളെ കെട്ടിയിരുന്ന മരം എന്നാ പറയുന്നത്. ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അത് മുറിച്ച് കളഞ്ഞേക്കുവാ. കണ്ടോ ഇവിടെ കൊക്കൊക്കെ ഉണ്ട്. അമ്പലത്തിന്റെ അകത്ത് വീഡിയോ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അയ്യപ്പൻ മഹിഷിയെ കൊന്ന ഇവിടെ വെച്ചാന്നും പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് വലിച്ചെറിഞ്ഞിട്ടാണ് കല്ലിടാൻ കുന്നില് വന്ന് മഹിഷിയുടെ ശവം വീഴണം. അങ്ങനെ നമ്മള് യാത്ര തുടങ്ങിയിട്ടോ. ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കും. ലഗേജും കൈയൊക്കെ ഫുള്ളാ. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നമ്മൾ കയറ്റം കയറി വന്നുകൊണ്ടിരിക്കും കേട്ടോ.
കുറച്ച് അയ്യപ്പനെ വിശ്വസിച്ച് ചെയ്യുന്നതല്ല. കയറ്റം കയറി ക്ഷീണിച്ചിരിക്കും കേട്ടോ. ഈ കയറ്റമൊക്കെ കയറി ഇനിയും പോകാനുണ്ട്. എൻ്റെ ബാഗൊക്കെ ഉണ്ട് കണ്ടോ. എൻ്റെ ഇരുമുടി അവിടെ വെച്ചൊരു ബാഗുണ്ട്, ഈ ഒരു ബാഗുണ്ട്, മൊത്തം കാണാം. മഴ കൂടിയുണ്ട്. ഞാൻ അടുത്ത കയറ്റം കയറി വന്നിട്ട് ഇവിടെ കിടക്കുന്ന നാരങ്ങാവെള്ള കടയൊക്കെ ഉണ്ട്. താഴ്ന്ന് കയറി വന്ന് റെസ്റ്റ് എടുക്കാതിരിക്കുക. മൂപ്പാട് വന്ന് ഇനി മുകളിലേക്ക് പോകണ്ട. അതാണ് മുകളിലേക്ക് പോണം. ഒരു കിലോമീറ്റർ കയറ്റെന്നാ പറഞ്ഞു. 1 കിലോമീറ്റർ ആയി ഏകദേശം. പക്ഷെ കയറ്റമൊന്നും കഴിഞ്ഞിട്ടില്ല. താഴ്ന്ന വന്ന കയറ്റം കയറുമ്പോൾ കല്ലിടാങ്കുന്ന് വന്നിട്ടുണ്ട്. എല്ലാരും കയറി ഒന്ന് റെസ്റ്റൊക്കെ എടുക്കുക. ഇവിടെ നാരങ്ങാവെള്ളം തണ്ണിമത്തനൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ പണിയുന്നുണ്ട്. ഇവിടെ ഉണ്ട് തണ്ണിമത്തൻ. ഇതാണ് കേട്ടോ കല്ലിടുങ്കുന്ന്. ഇതുണ്ടോ, ഇതാണ് കല്ലിടുങ്കുന്ന്. ഇവിടെ എല്ലാരും കല്ലിടുന്നു. ഞാന് അഴുതാ നദിന്ന് എടുത്ത കല്ലില്ലേ, അത് ഞാൻ ഇവിടെ ആട്ടോ ഇടാൻ പോണ. എൻ്റെ അമ്മ ഊപ്പാട് വന്നിട്ട് നല്ല ക്ഷീണിച്ച്. ബാഗ് കൊണ്ട് കാണാൻ നല്ല കയറ്റവാ. ഇവിടം വരെ എത്തിയപ്പോ ഒരു ആശ്വാസം. ഇനി കുറച്ച് ഫ്ലാറ്റാന്നാ പറഞ്ഞ. ഇപ്പൊ അത്യാവശ്യം കയറ്റം കഴിഞ്ഞു. ഞാൻ ഇട്ടോണ്ടാട്ടോ അവനെ. ചെരുപ്പിടാണ്ട് എനിക്ക് പറ്റത്തില്ല. കാളകെട്ടിന്നേ മഹിഷിയെ കൊന്നിട്ടില്ലേ, അയ്യപ്പസ്വാമി മഹിഷിയുടെ ജഡം വലിച്ചെറിഞ്ഞ് ഇവിടെ വന്ന് വീണെന്നാണ് പറയണത്. എന്നിട്ട് അയ്യപ്പസ്വാമി കല്ലൊക്കെ ഇട്ട് മഹിഷിയുടെ ജഡം മൂടി എന്നാണ് പറയണത്. അതാണ് നമ്മൾ കല്ല് ഇവിടെ കൊണ്ടിടുന്നത്. കണ്ടോ, അഴുതാതിന്ന് എടുക്കുന്ന കല്ലാണ് എല്ലാരും ഇവിടെ ഇടുക. കണ്ടോ, നമ്മള് കല്ലിടാൻ കുന്നി വന്നിട്ടോ. ഞങ്ങള് 4 പേര് കൂടെയാണ് വന്നത്. എൻ്റെ ചേട്ടനാണ് ഫ്രണ്ടിൽ പോണ കറുത്തോട്. അപ്പൊ ഞങ്ങള് കല്ലിടാൻ കുന്നി. നമ്മുടെ ഗുരുസ്വാമി ഉണ്ട്. നമ്മളാ കർപ്പൂരം ഒഴിഞ്ഞിട്ട് കല്ലിടാൻ. ഇതാ എൻ്റെ കല്ല്. ഞാൻ അഴുതാ നദിന്ന് മുങ്ങിയെടുത്താട്ടോ. ഇത് കടയാട്ടോ. സീസൺ കഴിയുമ്പോൾ ആൾക്കാരെ കട കെട്ടി ആന കൊണ്ടാണ്ട്, ആന ഇടിച്ചു കളയാണ്ട് മോളെ കെട്ടി വെക്കും. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. 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 തീർത്ഥമേ ശരണമയ്യപ്പ. കഠിനമാം കയറ്റമേ സ്വാമിയേ കല്ലിടാം കുന്നേ കല്ലിട്ടു വന്ദനമേ ഇന്ത്യപ്പാറക്കോട്ട ശാസ്താവേ ശരണമയ്യപ്പ. മുക്കുഴിനാഥനേ ശരണമയ്യപ്പ. ഭൂതഗണങ്ങളെ ശരണമയ്യപ്പ. പുതുശ്ശേരിത്തോടെ കരിയിലാന്തോടെ കരിമല കയറ്റമേ കഠിനമാം കയറ്റമേ വലിയാനവട്ടമേ ചെറിയാനവട്ടമേ പമ്പയിൽ നാഥനേ നീലിമല കയറ്റമേ കഠിനമാ. ഈ ഇലയാന്നോട്ടോ നമുക്ക് പ്രസാദം തന്നെ ശബരിമലയില്. ഈ ഇലയാന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ കല്ലിടാങ്കുന്നി നടന്ന് ഇഞ്ചിപ്പാറക്കോട്ട.
അമ്പലത്തിയിട്ടുണ്ട്. നല്ല ടയേർഡായിട്ടാ. ഇരുമുടിക്കെട്ട് കയ്യിലായിരിക്കണം. ഈ മുദ്ര അടിച്ചതാ കേട്ടോ ഫ്രണ്ട് വശം. അത് അയ്യപ്പനുള്ളതും പിൻമുടിക്കകത്തുള്ള നമ്മക്കുള്ളായി. പുറകിൽ വലിയ ബാഗല്ല. എൻ്റെ കഴിഞ്ഞ വർഷം ഷോൾഡർ ഒടിഞ്ഞില്ലായിരുന്നോ? ഷോൾഡറിന് വേദനയുണ്ട്. ഇങ്ങനെ പതുക്കെ നടക്കും. ഇഞ്ചിപ്പാറക്കോട്ട. അമ്പലം. മഴ മഴ മഴ. ഇത് പ്രസാദം പൊതിയുന്ന ഇലയാട്ടോ ശബരിമല. ചെടിയുടെ ഇലയുടെ പേരറിയാവുന്നവർ കമന്റ് ചെയ്യണേ. കൂവയുടെ ഇല പോലെയുണ്ട്. നമ്മൾ ഇഞ്ചിപ്പാറക്കോട്ട കഴിഞ്ഞ് ഒരിറക്കം ഇറങ്ങും കേട്ടോ. മഴ പെയ്ത് ഇതാണ്ട മുഴുവൻ തെന്നി കിടക്കുവോ. അവിടെ നോക്കി നോക്കി നടക്കണേയിരുന്നു. വീഡിയോ ഒന്നും എടുത്തില്ല. ഉയ്യോ ഈ മരുന്ന് വയ്ക്ക. ഇത് കരടിയൊക്കെ ഉള്ള സ്ഥലമാണെന്നാ പറഞ്ഞ. ഓ തണുത്ത വെള്ളത്തിൽ ചവിട്ടിയപ്പോ എന്ത് സുഖം. ഞാൻ ചെരുപ്പിട്ടാ നടക്കണം. ആൾക്കാർ നടന്നിട്ട് മൊത്തം ചെളിയാ. തെന്നോ കാരണം ഞാൻ ഇങ്ങനെ നോക്കി നോക്കി നടക്കണേ. ഗുരുസ്വാമി മുമ്പിൽ പോണ്ട്, സ്പീഡ് പോരാന്ന് പറഞ്ഞ ആള്. നമ്മുടെ ട്രക്കിംഗ് പാക്കേജുകാരുടെ പോലെ. നടക്ക് നടക്ക്. 1 മണിക്കൂറിൽ അവിടെ എത്തണം. ഇനി അടുത്ത നമ്മുടെ മുക്കുഴി ആട്ടോ. മുക്കുഴി അടുത്ത മഴയ്ക്കുമ്പോ അവിടെ എത്തണം. ഇതിങ്ങനത്തെ കുറേ മരങ്ങളുണ്ട് പൊത്തുള്ള. ഇതുണ്ടോ? ഇതൊക്കെ കാണാൻ രസമുണ്ട്. ഇതേ ആനപ്പിണ്ടം. ആനപ്പിണ്ടം ഉണ്ട് കേട്ടോ. അങ്ങനെ വിളർക്കേറി അങ്ങി വന്നു കേട്ടോ. എൻ്റെ അമ്മ ഒരു മരം നോക്കി. ഉയ്യോ ഇവിടെ ആനപ്പിണ്ടം ഉണ്ട് കേട്ടോ. ദേ മരം നോക്കി. ഒരു 50 പേര് ഇന്ന് വട്ടം പിടിച്ചാ ചിലപ്പോൾ എത്തുമായിരുന്നു. അങ്ങ് മോളെ അയ്യോ ഒരു 50 പേര് ഇന്ന് വട്ടം പിടിച്ച. ഇത് അവിടെ ഉണ്ട് വേറൊരു മരം. അതാണ് ഇത് നോക്കി. ഇത് വേറെ മരം ഉണ്ട്. അയ്യോ ഒരു സമയം പോയി. யூடியூப் சேனல் நேம் ഫുഡ് റെക്കോർഡ്സ്. ஏய் நான் சொல்லுவா நோட் பண்ணிக்கலாம் மேம் அகைன் ஒன் டைம். അയ്യപ്പസ്വാമി വെള്ളം കുടിച്ചിരുന്ന ഉറവയാന്നാ പറയുന്നത്. ഇവിടുന്ന് വെള്ളം കുടിച്ചിരുന്നേ. വേണ്ട അത് ക്രോസ് ചെയ്ത്. അവര് കാഞ്ചീപുരത്തുനിന്ന് വന്നാ അവര്.
അങ്ങനെ നമ്മളെ മുക്കുഴി എത്തിയിട്ടോ. ഇങ്ങനെ നടന്ന് അവസാനം മുക്കുഴി പമ്പ. ഇവിടെ നിന്ന് പമ്പായിക്ക് 14,350 കിലോമീറ്റർ. വേണ്ട മുക്കുഴിയുടെ ബോർഡ് വെച്ചാണ്. ഇവിടെയൊക്കെ കടകളാ. എന്തൊക്കെയോ പണി. എനിക്ക് തോന്നുന്നു ഇത് കിടക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അയ്യപ്പന്മാർക്ക് കിടക്കാനുള്ള. എന്താ അവിടെയൊക്കെ വിരിച്ചിട്ടാണ്. ഹോട്ടൽ മണികണ്ഠ വിലാസം കൊറേ ഉണ്ട് കേട്ടോ. കൊറേ കടകളുണ്ട്. ഒരു സെന്ററാണെന്ന് തോന്നുന്നു അയ്യപ്പന്മാരുടെ. ഇനി ഇവിടെ 3 മണിയാകുമ്പോ ചെക്ക് പോസ്റ്റ് അടയ്ക്കും കേട്ടോ. ഇപ്പൊ ഇവിടെ നിന്ന് പോകേണ്ടവർക്ക് 3 മണിക്ക് മുന്നേ ഇറങ്ങണം, അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് അടയ്ക്കും. 3 മണി കഴിഞ്ഞാൽ അവർ കടത്തി വിടത്തില്ല. പിന്നെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണം. ഞങ്ങൾ എന്തായാലും ഇവിടെ സ്റ്റേ ആണ്. നാളെയാണ് നമ്മൾ പോണ. ഇനി ഇവിടെ അമ്പലം ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, അമ്പലമാ. പുറയില് മലകളും നോക്കിയേ. ഇവിടെ നമ്മളെ വൈകുന്നേരത്തേക്കുള്ള കഞ്ഞി വാങ്ങും ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ കലമാണ്. ഗുരുസ്വാമി ഞാനും എത്തി, ചേട്ടനും പരമേശ്വര സ്വാമിയും വന്നിട്ടില്ല. ഇവിടെ കേട്ടോ പാചകമൊക്കെ ചെയ്യുന്ന കുറെ പേര് ഇവിടെ പച്ചക്കറിയൊക്കെ അരിയുന്നുണ്ട്. ഇപ്പൊ ഒരു 6-7 മണി, നല്ല മഴയാണ് ഇവിടെ. ഇപ്പൊ ഇവിടെ ദീപാരാധന കഴിഞ്ഞ് ഇനി ഭജന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മഴ വന്ന് എല്ലാരും അങ്ങോട്ടൊക്കെ പോയി. അപ്പൊ ഇനി നാളെയാണ് കരിമല ഒക്കെ. അപ്പൊ നാളെ കാണാം. ഓക്കെ, സ്വാമി ശരണം. ഇന്ന് നമ്മൾ ഇവിടെ ആട്ടോ കിടക്കുന്ന ഒരു ഹോട്ടലിന്റെ മുകളിലത്തെ ഫ്ലോറിലെ ഒരു വിരി വെച്ചാണ്. ഇന്നലെ നമ്മൾ ഇതിലും വലിയ സൗകര്യം ഇല്ലാത്ത ഒരു സാധാരണ മുറിക്കകത്താട്ടോ കിടന്ന അഴുതയില്. ഇവിടെ ഇപ്പൊ ഇത്തിരി നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഹോട്ടൽ ശാസ്തയുടെ മുകളിലത്തെ തട്ടില് അയ്യപ്പന്മാർക്ക് കിടക്കാനാണ് ഇവര് ഫുള്ള് വിരിച്ചാണ് കേട്ടോ.